സംശയം തോന്നിയിരുന്നു. ഒരു ഏറെറിഞ്ഞു നോക്കിയതാ. ഇപ്പൊ കള്ളൻ വിളി കേട്ടു. ഇതെന്റെ അച്ഛനറിഞ്ഞുള്ള കാര്യം അറിയാലോ. നിങ്ങൾ ആരും തിരക്ക് കൂട്ടരുത്, ദയവായിട്ട് തിരക്ക് കൂട്ടാതെ ഈ ഒരു വേദിയിലേക്ക് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പ്ലീസ്, ദയവായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നമ്മുടെ താരങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അസൗകര്യം ഉണ്ടാക്കാത്ത രീതിയിൽ നിങ്ങൾ നിൽക്കുക. ഇത്രയും നേരം നമ്മളെല്ലാവരും വളരെ ക്ഷമയോടെ കാത്തിരുന്നതാണ് ആ ഒരു നല്ല നിമിഷത്തിന് വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയ താരങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ നിങ്ങൾ സ്റ്റേജിലേക്ക് വരിക. ദയവായിട്ട് ശ്വേത ചേച്ചി ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്വേത ചേച്ചി ഒരുപാട് സമയമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. യെസ്, നമ്മുടെ സ്വന്തം ഷിലു എബ്രഹാം. ഷിലു ചേച്ചിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മലയാളത്തിന്റെ പ്രിയ താരം ദിലീപേട്ടൻ. യെസ്, നമ്മുടെ സ്വന്തം ബാബു ആന്റണി. ഒപ്പം മാജിക് ഫ്രെയിംസിന്റെ നട്ടെല്ല് നെടുന്തോട് നമ്മുടെ സ്വന്തം ലിസ്റ്റിൻ സ്റ്റീഫൻ. മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ ശ്രീ ബ്ലസ്സി ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്വന്തം ജോണി ആന്റണി. ജോണി ചേട്ടൻ ഏറെ സ്നേഹത്തോടെ. പ്രശാന്ത് ചേട്ടൻ, കോട്ടയം നസീർ, കലാഭവൻ പ്രസാദ് ഏറെ സ്നേഹത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിറഞ്ഞൊരു കൈയിടിയോടുകൂടി തന്നെ നമുക്ക് ഏവരെയും ഏറ്റവും ഹൃദ്യമായി നമ്മുടെ സ്വന്തം ജോസൂട്ടി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വളരെ അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. 5:30 തൊട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. യെസ്, അങ്ങനെ മാജിക് ഫ്രെയിം സിനിമാസിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. കറുകച്ചാലിന മാജിക് ഫ്രെയിം സിനിമാസ് 3 മൾട്ടിപ്ലെക്സ് തിയേറ്റർ നമ്മുടെ നാടിന് പ്രിയ താരങ്ങൾ സമ്മാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ നമ്മൾ ചടങ്ങിലേക്ക് കടക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഇനി അധികം സമയം നമുക്ക് കളയാൻ വേണ്ടിയിട്ടില്ല. ഏറെ സ്നേഹത്തോടെ വെൽക്കം സ്പീച്ചിനായിട്ട് നമ്മുടെ പ്രിയ താരം നമ്മുടെ പ്രേഗിയാണ്. ഏറെ ചെറിയ പ്രായത്തിൽ തന്നെ നിർമ്മാണ രംഗത്ത് അദ്ദേഹം തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് അതാ ഇന്ന് കറുകച്ചാലിന് നമ്മുടെ പ്രിയ നാട്ടുകാർക്ക് അതാ കറുകച്ചാലില് ഈ 3 മൾട്ടിപ്ലെക്സ് തിയേറ്റർ സമ്മാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ എല്ലാവരോടും ആദ്യമായി ഒരു ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ഇവിടെ വരികയും ഇവിടെ ഈ സ്ഥലം കാണുകയും ഇത് കമ്മിറ്റ് ചെയ്യുകയും ചെയ്തത്. അത് എനിക്കിവിടെ വരാനായിട്ട് കാരണം എൻ്റെ ഫ്രണ്ട് നിതിനാണ്. നിതിൻ ഇവിടെ ഈ സ്ഥലത്തിന് കൊണ്ടുവരും. നിതിൻ്റെ ഫ്രണ്ട് ഡെന്നിസേട്ടൻ വഴിയാണ് ഇവിടെ ഞാൻ വന്നത്. അങ്ങനെയാണ് ഈ സ്ഥലം PJ ജോസഫ് സാറിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. അതേ തുടർന്നാണ് ഈ തിയേറ്റർ ഇവിടെ ഉണ്ടായത്. പിന്നെ ഇതിൻ്റെ രാപകൽ കഷ്ടപ്പെട്ട് ഞങ്ങൾക്കൊപ്പം നിന്ന മാജിക് ഫ്രെയിംസ് തിയേറ്റർ പണിയാനായിട്ട് ഒപ്പം നിന്ന നമ്മുടെ എൻജിനീയർ സതീഷിന്, പിന്നെ മാജിക് ഫ്രെയിംസിൻ്റെ ഫുൾ സ്റ്റാഫ്, ഫിൻസി, എല്ലാവരോടുമുള്ള നന്ദി പറയുകയാണ്. അതുപോലെ ഇവിടെ ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഈ തിയേറ്ററിൻ്റെ ഉദ്ഘാടനത്തിന് ഇത്രയും പേരെ കാണാനായിട്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടും വന്ന നിങ്ങൾക്ക് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഇത് ബുക്ക് മൈ ഷോ അല്ല. ഇവിടെ സിനിമ കാണണമെങ്കിൽ ഇത് ഡിസ്ട്രിക്ട് ആപ്പ് വഴിയേ ഉള്ളൂ ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള ഒരു വിവരം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സാധാരണഗതിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് മൈ ഷോയിലൂടെയാണ് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ ബുക്ക് മൈ ഷോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ തിയേറ്റർ കാണൂല, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടിട്ട് ടിക്കറ്റ് ന്യൂവോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ആപ്പ് വഴിയോ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ മാജിക് ഫ്രെയിം സിനിമാസിൽ സിനിമ രീതിയിലാണ് ഇത് പണിതിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഇന്ന് മുതൽ ഈ പ്രോപ്പർട്ടി ഏൽപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത് നന്നായിട്ട് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ ചടങ്ങിൽ അധ്യക്ഷപദം
ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ചീഫ് എൻ ജയരാജ്, നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളായ ദിലീപ്, ശ്രേത മേനോൻ, ജോണി ആൻ്റണി, കോട്ടയം നസീർ തുടങ്ങിയുള്ള മുഴുവൻ താരങ്ങളെയും ആദ്യമായി തന്നെ അഭിവാദ്യം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് കറുകച്ചാലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കറുകച്ചാൽ ഇന്ന് കോട്ടയം ജില്ലയിലെ തന്നെ വളരുന്ന ഒരു സിറ്റിയായി മാറിക്കഴിഞ്ഞു, ഒരു ഡെവലപ്ഡ് സിറ്റിയായിട്ട് മാറിക്കഴിഞ്ഞു. ഇതിൻ്റെ പിന്നിൽ ഇവിടെ ഒരു തിയേറ്റർ വരുമ്പോൾ, 3 സ്ക്രീനുകളുള്ള തിയേറ്റർ വരുമ്പോൾ അത് ഏറ്റവും നമ്മൾ ഇവിടെ ആഹ്ലാദിക്കുന്നു. കറുകച്ചാലിന് ഇതൊരു വമ്പിച്ച മുന്നേറ്റമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയായ MLA ഡോക്ടർ എൻ ജയരാജ് അവർകളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ പ്രിയ സംവിധായകൻ, മലയാളത്തിന്റെ പ്രിയ താരം നമ്മുടെ ബ്ലസി സാർ ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം അമ്മ പ്രസിഡന്റ്, ഒപ്പം നമ്മുടെ സ്വന്തം കലാഭവൻ പ്രചോദ്, പ്രിയ താരം പ്രശാന്ത് അലക്സാണ്ടർ, ഏറെ സ്നേഹത്തോടെ അവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ മല്ലപ്പള്ളി സ്വദേശിയാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു എൻ്റെ നാടിൻ്റെ അടുത്ത് ഒരു A ക്ലാസ് തിയേറ്റർ വരിക എന്നുള്ളത്. അതിപ്പോൾ കറുകച്ചാലിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ചാനിക്ക് ശേഷം മാജിക് ഫ്രെയിംസും ഇവിടെ പ്രദർശനം ആരംഭിക്കുമ്പോൾ ഇത്രയധികം സിനിമാ പ്രേമികൾ ഇവിടെ എത്തിച്ചേർന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട ദിലീപേട്ടനെ സ്വാഗതം ചെയ്യാൻ നിങ്ങൾ എല്ലാവരും വന്നതിലുള്ള സന്തോഷവും സ്നേഹവും. ഈ തിയേറ്ററിന് ലിസ്റ്റിൻ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഫുള്ള് കാർപ്പറ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. അതായത് PVR-ലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഫുൾ കാർപ്പറ്റാണ് വിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. മോനെ ഒച്ച വെക്കാതിരുന്നാൽ നല്ലതായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് ഇവിടെ 2 തിയേറ്റർ ഉണ്ടായിരുന്നു, അറിയാമല്ലോ. മോഡേൺ, ഗൗരി, അത് പിന്നെ ഷാനായി. ഇപ്പോൾ 2 സ്ഥലത്ത്, അതായത് ഒരു 300 മീറ്ററിനിടയിൽ 5 ഗംഭീര തിയേറ്ററുകളാണ് വന്നിരിക്കുന്നത്. ജിജി അഞ്ചാനിയുടെ തിയേറ്റർ അവിടെ വന്നു, ഇപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ തിയേറ്ററിൽ ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ഒരു ചലച്ചിത്ര പ്രേമി എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാവുന്ന വലിയ കാര്യമാണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ജിജിമോൻ, ഇപ്പം അപ്പുറത്ത് അഞ്ചാനിയുണ്ട്, ഇപ്പുറത്ത് മാജിക് ഫ്രെയിംസ് ഉണ്ട്. ഇവർ രണ്ടുപേരും ആർച്ചറും സഞ്ജു സാംസണും പോലെ ആകരുത്. ഇവര് അഭിഷേക് ശർമ്മയും സന്തോഷ് സാംസണും പോലെ ആകണം. അഞ്ചാനി അവിടെ 6 അടിക്കുമ്പോൾ സഞ്ജു ഇവിടെ 6 അടിക്കണം. അതെ, അങ്ങനെ 6ഉം 4ഉം അടിക്കാൻ ഇവർക്ക് സാഹചര്യം ഒരുക്കേണ്ടത് നിങ്ങളാണ്. ഇനി ഒരുപാട് പടങ്ങൾ വരാനുണ്ട്. ദൃശ്യം 3 വരാനിരിക്കുന്നു, ആട് വരാനിരിക്കുന്നു, അതുപോലെ തന്നെ ഒറ്റക്കൊമ്പം വരാനിരിക്കുന്നു, പള്ളിച്ചട്ടമ്പി വരാനിരിക്കുന്നു, ഡർബി വരാനിരിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായിട്ട് ഞാൻ പറയുന്നു, 2027 CD മൂസ 2 വരാനിരിക്കുന്നു. അല്ല, ഞാൻ കഴിഞ്ഞ തിയേറ്റർ, ജിജിമോന്റെ തിയേറ്റർ ഉദ്ഘാടനത്തിന് പറഞ്ഞിരുന്നു, ഓപ്പണിംഗ് ഷോ CD മൂസ അവിടെ വന്നിരുന്ന് കാണുമെന്ന് പറഞ്ഞിരുന്നു. 2ാമത്തെ ഷോ ഇവിടെ വന്നിരുന്ന് കാണാം. അപ്പം നല്ല സന്തോഷമുണ്ട്. സിനിമ വളരട്ടെ, ഇൻഡസ്ട്രി വലുതാവട്ടെ, നല്ല സിനിമകൾ കാണാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജോൺ ചേട്ടനെ ഇത്ര ഹൈ എനർജിയിൽ ഞങ്ങൾ കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. അപ്പോഴേക്കാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളെല്ലാം കാത്തിരുന്ന പോലെ നമ്മുടെ നാട്ടിലേക്ക് ഒരു മനോഹരമായ തിയേറ്റർ ഇവിടെ എത്തിച്ചു തന്ന മാജിക് ഫ്രെയിംസിൻ്റെ
ഉടമസ്ഥനായ ലിസ്റ്റിൻ സ്റ്റീഫൻ ആദ്യമായി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മണ്ണിലേക്ക് പ്രിയപ്പെട്ട ദിലീപേട്ടനെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ദിലീപേട്ട ഫാൻസ് ഒന്ന് കൈയടിക്കോ? ദിലീപേട്ട ഫാൻസ്, ഇനി മമ്മൂക്ക ഫാൻസ് ഒന്ന് കൈയടിക്കോ? ലാലേട്ടൻ ഫാൻസ് ഒന്ന് കൈയടിക്കോ? അപ്പൊ ഇത്രയും ഫാൻസുകൾ ഒത്തുചേർന്ന് മനോഹരമായ ചിത്രങ്ങൾ ഈ തിയേറ്ററിലേക്ക് വരികയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇന്നത്തെ ദിവസം ഇവിടെ എത്തിച്ചേർന്ന പ്രേക്ഷകർക്ക് ഇരു കൈ നീട്ടി ഒരു വലിയ നന്ദി ഈ സമയത്ത് പറയുകയാണ്. നമുക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്നത് നമ്മുടെ ജോണി ചേട്ടൻ ഒരു അനൗൺസ്മെന്റ് കൂടി ചെയ്തു. CID മൂസ സെക്കൻഡ് പാർട്ട് വരുന്നു എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം. തീർച്ചയായും എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു പ്രചോദേട്ടാ. വേദിയിലിരിക്കുന്ന എൻ്റെ ഹലോ കറിവച്ചാൽ ഹാപ്പി അല്ലേ? വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ കാണാൻ സാധിച്ചതിൽ. നിങ്ങൾ ഞങ്ങളെ കാണാൻ വന്നതിലും വളരെ നന്ദിയുണ്ട്. ഈ മാജിക് ഫ്രെയിംസിൻ്റെ എല്ലാ വിജയത്തിനും വേണ്ടി ലിസ്റ്റിൻ സ്റ്റീഫന് ഞാൻ എല്ലാവിധ ആശംസകളും നൽകുന്നു. അപ്പം വളരെ മനോഹരമായ 3 സ്ക്രീനുകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ലിസ്റ്റിൻ സ്റ്റീഫനോട് വേറൊരു അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ നാട്ടിൽ ഓപ്പൺ തിയേറ്റേഴ്സ് ഒന്നുമില്ല. അപ്പം അങ്ങനെ ഒരു സംഭവം കൂടെ ലെഫ്റ്റിൻ അത് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് നിങ്ങൾ എല്ലാവരും കൂടി ഓപ്പൺ ആക്കാതിരുന്നാൽ മതി. അല്ലല്ല, അതെല്ലാം ഓപ്പണായി നന്നായിട്ട് തന്നെ പോയിക്കോളും. അപ്പം എൻ്റെ സഹപ്രവർത്തകർക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ഇവിടെ കാണാൻ സാധിച്ചതിൽ. അപ്പോൾ കറിയച്ചാൽ വൺസ് അഗൈൻ താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയ താരം ഷീലു എബ്രഹാം. ഏറെ സ്നേഹത്തോടെ മാമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് ഈവനിങ് കറിയച്ചാൽ. എല്ലാവർക്കും സുഖമല്ലേ? ഒരുപാട് സന്തോഷമുണ്ട് കറുകച്ചാലിൽ വന്ന് ഇത്രയും വലിയൊരു ജനസാഗരത്തെ അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നതിൽ. ഒപ്പം മാജിക് ഫ്രെയിംസിൻ്റെ അതിമനോഹരമായ 3 സ്ക്രീനുകൾ നിങ്ങൾക്കായി ലിസ്റ്റിൻ സ്റ്റീഫൻ ഇവിടെ സമ്മാനിച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഞാനും ഒരു കോട്ടയംകാരി തന്നെയാണ്. ഭരണങ്ങാനത്ത് ജനിച്ച ആളാണ്. അപ്പം അതിൻ്റെ അഭിമാനവും സന്തോഷവും നിങ്ങൾക്ക് മുന്നിൽ നൽകുന്നു. അപ്പം എല്ലാ ആശംസകളും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ സായാജ്ഞത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. നമ്മുടെ നാടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇത്രയും നല്ലൊരു ചടങ്ങിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചു. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മളെല്ലാവരും വേണം ഇത് വിജയിപ്പിച്ചെടുക്കാൻ, അല്ലേ? വേണ്ടേ? നമ്മുടെ നാട്ടിൽ ഇത്രയും മനോഹരമായ തിയേറ്റർ വരിക, അത് കാണാൻ സാധിക്കുക എന്നൊക്കെ പറയുന്ന വലിയ കാര്യമാണ്. കാര്യം നമ്മൾ ഓലക്കൊട്ടയം തുടങ്ങിയതാണ് കറുകച്ചാലിയിൽ നിന്ന് നമ്മുടെ ഒരു സിനിമാ കാഴ്ച. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരു കലാകാരനാക്കിയതിലും ഒരു മിമിക്രിക്കാരനാക്കിയതിലും ഒരു നടനാക്കിയതിലും കറുകച്ചാലിലെ 2 തിയേറ്ററുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവിടുത്തെ ശബ്ദരേഖ കേട്ടാണ് ഞാൻ മിമിക്രിയിൽ തന്നെ എത്തിയത്. അപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാ വിജയങ്ങളും ഈ തിയേറ്ററിന് ഉണ്ടാവട്ടെ, വലിയ വിജയമാവട്ടെ. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ലിസ്റ്റിൻ്റെ 42ാമത് സ്ക്രീനാണ് മലയാള സിനിമയെ, കേരളത്തിനെയൊക്കെ വളരെയധികം ചലച്ചിത്ര പ്രേമികളെ ആവേശം കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കറുകച്ചാലിലാണ് എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പം പറയായിരുന്നു, തിരുവല്ലക്കാരനായ എനിക്ക് ഒരു അരമണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇനി കറുകച്ചാലിൽ വന്ന് സിനിമ കാണാം. കാരണം തിരുവല്ലയിൽ ഞങ്ങൾക്കൊരു തിയേറ്ററില്ല എന്നുള്ളതാണ്. അപ്പം തീർച്ചയായും നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. ഈ സിനിമയെ, ഈ തിയേറ്ററിനെ വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ആവശ്യമാണ്. അതിന് കഴിയട്ടെ. കൂടുതൽ സ്ക്രീനുകൾ കറുകച്ചാലിൽ ഇനിയും ഉണ്ടാവട്ടെ. താങ്ക് യു. ഒരുപാട് സന്തോഷം.
സന്തോഷത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം കറുകച്ചാൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിലിം സിറ്റിയായി മാറി. അതിൽ പങ്കാളിയാകാൻ പറ്റിയതിലുള്ള വലിയ അഭിമാനവും സന്തോഷവും. ദിലീപേട്ടൻ ഇവിടെ വന്നപ്പോഴേ എന്നോട് ചോദിച്ചൊരു കാര്യം, എടാ ഇത് നിങ്ങൾ തമ്മിൽ അലമ്പാകുമോ, ഇത് കോമ്പറ്റീഷനാകുമോ? നമ്മൾ ഒരിക്കലും ഇല്ല. ലിസ്റ്റിൻ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനാണ്. കൂടാതെ അദ്ദേഹം കോട്ടയംകാരനാണ്, നല്ല കച്ചവടക്കാരനാണ്. 10-45 തിയേറ്റർ 100 തിയേറ്റർ ഇപ്പോൾ കവർ ചെയ്യും. ഇപ്പോൾ കാക്കനാട്ടെ തിയേറ്റർ അടുത്ത മാസം 4 എണ്ണം കണ്ട് ഓപ്പൺ ചെയ്യും. ഒത്തിരി പ്രോജക്റ്റ് നടക്കും. അപ്പോൾ എന്തായാലും കറുകച്ചാലുകാർ ഒരുപാട് സിനിമാ സ്നേഹികളാണ്. എനിക്ക് അത്ഭുതം തോന്നുക, ഷെയർ എന്ന് പറഞ്ഞാൽ നല്ല ഷെയറാണ്. എന്നോട് ഇടയ്ക്ക് ലിസ്റ്റും ചോദിച്ചു എങ്ങനെയുണ്ട് ഇവിടുത്തെ. അടിപൊളി ഷെയറാണ്. പത്തനംതിട്ട, തിരുവല്ല, അങ്ങ് റാന്നി, കോന്നി, അങ്ങ് നമ്മുടെ എത്ര സ്ഥലങ്ങളിൽ നിന്നാണ്. ഇപ്പം വിളിച്ച സാറ് പറഞ്ഞ പോലെ തിരുവല്ല അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആളുകൾ ഇങ്ങോട്ട് വരും. കാരണം മനോഹരമായ തിയേറ്ററാണ് ലിസ്റ്റിൻ്റെയും എൻ്റേതും നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഞങ്ങളെ രണ്ടുപേരും ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമെന്നേ പറയുന്നുള്ളൂ. എന്തായാലും ദിലീപേട്ടൻ ഈ നാട്ടിലേക്ക് വന്നു, ഒരുപാട് സന്തോഷം. സിനിമാ താരങ്ങളെല്ലാം, കോട്ടയം നസീർ, നമ്മുടെ നാട്ടുകാരനാണ് ജോണി ചായൻ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി, ഒരുപാട് സന്തോഷം. ഞാൻ എപ്പോൾ കണ്ടാലും ജോണി ചായനോട് ഈ CAD മൂസയുടെ എടാ അത് ഇപ്പോഴൊന്നുമില്ല നോക്കട്ടെ എന്നാലും അത് അനൗൺസ് ചെയ്തുള്ള വേദിയിൽ ഒരുപാട് സന്തോഷം. 2027 ഈ ലിസ്റ്റിൻ ചീഫിൻ്റെ തിയേറ്ററിലും നമ്മുടെ അപ്പുറത്തെ തിയേറ്ററിൽ നമുക്ക് ഒന്നിച്ച് CD മൂസ് അടിച്ചു വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും ഈ വേദിയിൽ ഇരിക്കുന്നത് തന്നെ നിങ്ങളെല്ലാവരും കാരണമാണ്. താങ്ക് യു സോ മച്ച്. മാജിക് ഫ്രെയിമും ലിസ്റ്റിനും ഒരു വലിയൊരു അഭിനന്ദനങ്ങൾ. കമ്മിയ ലിസ്റ്റിൻ ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ തിയേറ്റർ, നല്ല റിലാക്സ് ചെയ്ത് ഫാമിലിയുമായിട്ട് നന്നായി കിടല എൻജോയ് ചെയ്യാനുള്ള ഒരു 3 തിയേറ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ല സിനിമകൾ ഇനി വരാൻ പോവാണ്. ആൻഡ് എൻ്റെ കുറേ പടങ്ങൾ സർ മൂസിലൊന്ന് എന്നെ കാസ്റ്റ് ചെയ്യൂ സർ. കിട്ടിയ ചാൻസ് നമ്മൾ നടിമാരല്ല, അപ്പൊ സ്ട്രഗിൾ ചെയ്യണം അല്ലേ? ഹായ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് വിഷിംഗ് എവറിബഡി ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് നന്നായിട്ട് തകർത്ത് ഹാപ്പി ഈദ് ഇൻ അഡ്വാൻസ് ആൻഡ് ഹാപ്പി ഈസ്റ്റർ ഇൻ അഡ്വാൻസ്. ഗോഡ് ബ്ലെസ് എവറിബഡി. യെസ്, താങ്ക് യു. ഇനി നിങ്ങൾ കാത്തിരുന്നു കറുകച്ചാലിന്റെ സഹോദരങ്ങൾക്ക് നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? വരാം സുഖല്ലേ? നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുള്ള ഒരു സായാഹ്നമാണ്. ഞാനൊന്ന് പറഞ്ഞു തരുന്നോട്ടെ, ഇല്ലെങ്കിൽ ഫ്ലോ പോവും. വരാം. എൻ്റെ അടുത്ത സുഹൃത്തും ഒരു സഹോദരനുമായ ശ്രീ ലിസ്റ്റിൻ, അദ്ദേഹം ഒരു നിർമ്മാതാവായി, വിതരണക്കാരനായി, തിയേറ്റർ ഉടമയായി, എല്ലാ മേഖലയിലും മലയാള സിനിമയുടെ ഇപ്പോഴത്തെ മുന്നോട്ടുള്ള യാത്രയിൽ അല്ലെങ്കിൽ വളർച്ചയിൽ വലിയൊരു സാന്നിധ്യം വഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മാജിക് ഫ്രെയിംസ്. ലിസ്റ്റിൻ്റെ 42 അല്ല, എനിക്ക് തോന്നുന്നു 45ാമത്തെ തിയേറ്ററാണ് ഇത്. ഇനിയും തിയേറ്ററുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പണ്ട് ഒരു കാലത്ത് നമ്മുടെ തിയേറ്ററുകൾ അടച്ചു പോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിനുശേഷം ഡിജിറ്റൽ വിപ്ലവത്തിൽ പുതിയ രീതിയിലുള്ള
ടെക്നോളജിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഗംഭീരമായ തിയേറ്ററുകൾ ഓരോ നാടിലും വരികയുണ്ടായി. ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ വരുമ്പോഴാണ്. ഇന്ന് വലിയ സന്തോഷമുണ്ട്. എൻ്റെ 2 സുഹൃത്തുക്കൾ കറുകച്ചാലില് എണ്ണം പറഞ്ഞ 5 തിയേറ്ററിൻ്റെ ഉടമകളാണ്. ഞാൻ വന്നപ്പോൾ ചോദിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ്. അവർ നല്ല സന്തോഷത്തിൽ സമാധാനത്തിൽ ഇവിടെ തിയേറ്റർ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമാണ് ആവശ്യം. സത്യം പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഇത്രയും വലിയൊരു ജനാവലി അല്ലെങ്കിൽ ജനക്കൂട്ടം ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല കറുകച്ചാലിൽ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആവേശം. കാരണം നിങ്ങളുടെ സമയത്തിന് നല്ല മൂല്യമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഏകദേശം വൈകുന്നേരം തുടങ്ങി ഇത്രയും സമയം നിങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി തന്നതിൽ ഒരുപാട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ 33 വർഷക്കാലം ഇൻഡസ്ട്രിയിൽ ഒരു കലാകാരൻ എന്ന രീതിയിൽ എന്നെ നിലനിർത്തിയ നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ കൈപിടിച്ച് എന്നെ നന്ദി പറയുകയാണ്. ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ജോണി അഭിനയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും ജോണിയോട് പറഞ്ഞിട്ടുണ്ട്, ജോണി ആ CID മൂസം ഒന്ന് ശരിയാക്കി താപ്പ. അപ്പൊ എല്ലാം അഭിനയത്തിന്റെ പുറകെയാണ്. ജോണി ഭയങ്കര ബിസിയാ. പക്ഷെ ഇന്ന് ജോണി തന്നെ കയറി പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ 27 നമ്മൾ CID മൂസം കൊണ്ടുവരും എന്നാ പറഞ്ഞിരിക്കണേ. അപ്പൊ ജോണിയുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയിലെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ വേദിയിൽ പങ്കിട്ടു. നിങ്ങൾക്ക് വേണ്ടി മാജിക് ഫ്രെയിംസ് ഗംഭീരമായിട്ടുള്ള 3 തിയേറ്ററാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. മുന്നോട്ടും കറുകച്ചാലിന് വികസനത്തിൻ്റെ പാത, അത് പ്രിയപ്പെട്ട MLA നിങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ട്. കറുകച്ചാൽ വിജയത്തിലേക്ക് അതിവിടെ വന്നിരിക്കുന്ന ഓരോ ആൾക്കാർക്കും അതിൻ്റെ ഐശ്വര്യവും നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. പിന്നെ ഒന്നേ പറയാനുള്ളൂ, എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എൻ്റെ സിനിമ വരുമ്പോൾ നിങ്ങൾ ഒന്ന് കാണണേ. ഇതുപോലെ തിയേറ്ററിൽ ആവേശം ഉണ്ടാക്കണേ. വലിയ സന്തോഷം. എല്ലാവർക്കും എല്ലാ നന്മകളും. ഈദ് മുബാറക്, ഹാപ്പി ഈസ്റ്റർ എല്ലാം നേരുന്നു. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ദിലീപേടെ ഒരു റിക്വസ്റ്റ്, ആ സ്പീക്കർ തന്നെ താഴെ ഇടരുത് ദയവായിട്ട്. ഓക്കെ, നമ്മുടെ വാർഡ് മെമ്പർ ഏറെ സ്നേഹത്തോടെ കിരൺ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എത്രയും സ്നേഹം നിറഞ്ഞ യോഗത്തിന്റെ